അന്യമതസ്ഥനാണ്, എന്നാലും അത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിക്കണം ആ പെരിയിൽ. എന്നിട്ട് ആ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പോൾ പോണ സ്ഥലം, കാരണം എനിക്കൊരു സമാധാനമില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം. ആരോട് പറയാൻ വയ്യ. ഈ എന്തിനാ ഇമ്മ ടെൻഷനാണെന്ന് എല്ലാവരും ചോദിക്കണേ. ആ ചെക്കനെ തന്നെ ഉറക്കത്ത് കാണുന്നത്, കൺമുന്നിൽ നിന്ന് പോവുമല്ല. പിന്നെ അമ്മയും ഏതും ഞാനിങ്ങനെ കാണലില്ല, പക്ഷെ ഇത് മനസ്സിന്ന് പോവല്ല. എന്തായാലും ആ കുട്ടി പോയി. ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല, പക്ഷെ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ നിങ്ങളൊരു കാരണമായാൽ ആയിട്ടുള്ള പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും. ഇവിടെ ഈ ഉമ്മ പറഞ്ഞ കാര്യം കേട്ടോ, വളരെ സങ്കടം തോന്നി. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സങ്കടവും അതോടൊപ്പം തന്നെ സന്തോഷവും തോന്നി. എനിക്ക് ഈ പറയുന്ന ഉസ്താദിന് ഇങ്ങനെ ഒരു കാര്യം ഉസ്താദ് ചെയ്തത് കണ്ടപ്പോൾ ഉസ്താദിനോട് എനിക്ക് ബഹുമാനം തോന്നി. ഇതൊന്നും പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്, പലരും ചെയ്യില്ല. കാരണം അവർക്ക് വ്യൂസും അതുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൊടിയും തട്ടി അവരങ്ങ് പോകും. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ പലരും എടുക്കത്തുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ മോണിറ്റൈസേഷൻ ഒന്നും എനേബിൾ ആവത്തില്ല. അതുകൊണ്ട് തന്നെ പലരും എടുക്കത്തുമില്ല. എന്നാൽ ഇദ്ദേഹം പോയിട്ട് ആ വീട്ടിൽ അവരുടെ അച്ഛനോടും ഈ മകന്റെ അച്ഛനോടും അതോടൊപ്പം തന്നെ അമ്മയോടൊക്കെ സംസാരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. അതുമാത്രമല്ല, ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിലും ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്ക് ഉസ്താദിനോട് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കേട്ടു. സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പം അമ്മയുടെ നിസ്സഹായാവസ്ഥ, ദയനീയത, ഒരു കൈക്ക് അവർക്ക് സ്വാധീനമില്ല. അച്ഛനാണെങ്കിൽ രോഗാതുരനാണ്, ഉറച്ചു നിൽക്കുക. ആ അച്ഛൻ്റെ അമ്മയുടെയും 2 മക്കളിൽ ഇളയമോൻ വളരെ പുന്നാരിച്ച് വളർത്തിയതാണ്. 18 വയസ്സ് വരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചു കൊണ്ടുപോയ മകൻ. അവൻ നന്നായിട്ട് പഠിക്കും, അവനക്ക് ഒരുപാട് മാർക്ക് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പകല് പഠിക്കാൻ പോവുകയും വൈകുന്നേര സമയങ്ങളിൽ തൊഴിൽ എടുക്കാൻ പോവുകയും അങ്ങനെ 2 ആൺമക്കൾ കൂടിയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ചില തർക്കത്തിൽ അവന്റെ സമപ്രായക്കാരല്ല, അവനേക്കാൾ മുതിർന്ന 50-60 വയസ്സുള്ള മനസ്സിൽ നന്മയുടെ കാരുണ്യത്തിന്റെ ലെവലേശം ഇല്ലാത്ത മനുഷ്യര് വിറകുപൊട്ടിക്കൊണ്ട് തലക്കടിച്ചു എന്ന് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട ഹരികൃഷ്ണൻ